ഹലോ, ഇന്ന് നമുക്ക് മിക്സപ്പ് എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ ആരംഭിച്ച രണ്ട് കപ്പിൾസ്. ഒരു കൂട്ടരിൽ ഭാര്യയ്ക്ക് സംതൃപ്തിയില്ല, മറ്റൊരു കൂട്ടരിൽ ഭർത്താവിന് സംതൃപ്തിയില്ല. 10 ദിവസം ബ്രേക്ക് എടുക്കുവാനായി തെറാപ്പിസ്റ്റ് പറയും. അങ്ങനെ അവർ ഗോവയിലേക്ക് പോകും. രണ്ട് ഫാമിലിയും ഗോവയിലേക്കാണ് പോയത്. പരസ്പരം അവർക്ക് അറിയത്തേയില്ല. എന്നാൽ ഗോവയിൽ വെച്ച് രണ്ട് ഫാമിലിക്കുമിടയിൽ ഒരു വലിയ പ്രശ്നമുണ്ടാകും. പക്ഷേ അത് ഒരു കൂട്ടർക്ക് സന്തോഷമായാലോ. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു തെറാപ്പിസ്റ്റിനെ കാണിക്കുന്നു. അവരുടെ അടുത്ത് കൗൺസിലിങ്ങിന് എത്തിയിരിക്കുകയാണ് നിക്കി അഭി എന്ന കപ്പിളും മൈഥിലി സാഹു എന്ന കപ്പിളും. നിക്കിയും അഭിയും വിവാഹം കഴിഞ്ഞ് 6 മാസമായി. പക്ഷേ നിക്കിക്കാണെങ്കിലോ സംതൃപ്തിയില്ല. അവൾക്ക് വൈൽഡ് ആയിട്ടുള്ള ഫിസിക്കൽ റിലേഷൻ ആസ്വദിക്കാനാണ് ഇഷ്ടം. എന്നാൽ അഭിയാണെങ്കിലോ ഒരു പാവമാണ്. അതുകൊണ്ട് തന്നെ അവനൊരാണ് തന്നെയാണോ എന്ന് നിക്കിക്ക് സംശയമാണ്. മൈഥിലിയിലും സാഹുവിലും പ്രശ്നം സാഹുവിനാണ്. 7 മാസമായി വിവാഹം കഴിഞ്ഞിട്ട്. പക്ഷേ സാഹുവിന് മൈഥിലിയിൽ സംതൃപ്തിയില്ല. അവന് ജീവിതം മടുത്തു എന്നൊക്കെ പറയും. മൈഥിലിയാണെങ്കിലോ അവളെ കെട്ടിപ്പിടിക്കാൻ സമ്മതിക്കില്ല, അവളെ ഒന്നും ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്നൊക്കെ സാഹു പറയുമ്പോൾ മൈഥിലി തനിക്ക് ഫീലിങ്സ്, ഇമോഷൻ അങ്ങനെയൊക്കെയുണ്ട്. അത് സാഹു മനസ്സിലാക്കുന്നില്ല. എനിക്കൊരു റെസ്പെക്റ്റ് പോലും സാഹു തരുന്നില്ല. എന്നെ ഒരു വസ്തുവായി മാത്രമാണ് കാണുന്നതെന്ന് മൈഥിലി പറയും. ഇതിൽ നിക്കിയുടെയും സാഹുവിൻ്റെയും ഇഷ്ടങ്ങൾ ഏകദേശം ഒന്നു തന്നെയായിരുന്നു. എന്നാൽ ആ തെറാപ്പിസ്റ്റ് അടുത്ത തവണ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു 10 ദിവസം ഫ്രീ ആയി എൻജോയ് ചെയ്യുവാനായി പറയും. അതിനായി മൈഥിലിയും സാഹുവും തീരുമാനിച്ചത് ഗോവയിലേക്ക് ട്രിപ്പ് പോകാനാണ്. നിക്കിയും അഭിയും തീരുമാനിച്ചതും ഗോവ തന്നെയാണ്. പക്ഷേ ഇവർക്ക് പരസ്പരം അറിയില്ല. പോകും വഴിയിൽ മൈഥിലി തനിക്കിഷ്ടമുള്ള പഴയ പാട്ടുകളൊക്കെ കേൾക്കുന്നത് പോലും സാഹുവിന് ഇഷ്ടമാകുന്നില്ല. സാഹു അവളെ വഴക്ക് പറയും. അത് കേട്ട് മൈഥിലിക്ക് ദേഷ്യം വരികയാണ്. നിക്കിയും അഭിയും കാറിൽ പോവുകയാണല്ലോ. നിക്കിക്ക് ഛർദിൽ വരും. അടുത്തുള്ളൊരു ഹോട്ടലിൽ അഭി അവളെ കൊണ്ടുപോയിട്ട് നാരങ്ങ വെള്ളവും ഒക്കെ വാങ്ങി കൊടുക്കുന്നു. അതേ ഹോട്ടലിൽ തന്നെയായിരുന്നു മൈഥിലിയും സാഹുവും ഫുഡ് കഴിക്കാനായി എത്തിയതും. സാഹുവിനോടുള്ള ദേഷ്യത്തിൽ മൈഥിലിയാണെങ്കിലോ കാറിൽ നിന്ന് ഇറങ്ങിയില്ല. എന്നാൽ സാഹു നേരെ ആഹാരം കഴിക്കാനായി എത്തി ഓർഡർ ചെയ്ത് കഴിക്കും. മൈഥിലി അവിടേക്ക് വന്ന് സാഹുവിനടുത്തിരിക്കാതെ മുന്നിൽ പോയിരുന്നു. അവൾ ഒറ്റയ്ക്കാണല്ലോ ഇരിക്കുന്നത്. അത് കാണുന്ന മദ്യപിച്ച 2 പേരാണെങ്കിലോ അവളോട് വന്ന് പ്രശ്നമുണ്ടാക്കുവാനും മോശമായി പെരുമാറുവാനും ഒക്കെ ശ്രമിക്കും. സാഹു അവളെ രക്ഷിക്കുമെന്ന് അവൾ കരുതി. പക്ഷേ അവൻ നോക്കിക്കൊണ്ടിരുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. എന്നാൽ മൈഥിലി ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പ്രശ്നമുണ്ടാക്കിയതിനാൽ അവന്മാർ അവിടെ നിന്നും പോയി. ഇതെല്ലാം നിക്കിയുടെ അടുത്തിരുന്ന് അഭി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിക്കിയുമായി പോകാനിറങ്ങിയ അഭിയാണെങ്കിലോ അതുപോലെ ഭർത്താവിനൊപ്പം പോകുന്ന മൈഥിലിക്ക് മോതിരം കൊടുക്കാനായി എത്തും. നീയും അവന്മാരെ പോലെയാണോ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ ഏയ് അല്ല, തെറിച്ചു വീണ ഈ മോതിരം തരാൻ വന്നതാണെന്ന് അഭി പറയും. മൈഥിലി ഒന്നും മിണ്ടാതെ അതും വാങ്ങിപ്പോകും. അങ്ങനെ 2 കപ്പിൾസും യാത്രയായി. അവർ ഗോവയിലെത്തി. ഒരു ലക്ഷറി ഹോട്ടലിലാണ് അവർ താമസത്തിനെത്തിയതും. അവരുടെ ഗൈഡായ പെൺകുട്ടി സാഹുവിൻ്റെയും നിക്കിയുടെയും ഫ്രണ്ടായിരുന്നു. റൂമിൽ വന്ന് റെസ്റ്റ് എടുത്ത ശേഷം നിക്കി പൂളിലേക്ക് പോയി സ്വിം ചെയ്യാനായി. അഭി അവളെ കെയർ ചെയ്യുന്നതൊന്നും അവൾക്ക് ഇഷ്ടമാകുന്നില്ല. എന്നെ ഒന്ന് ഫ്രീ ആയി വിടൂ എന്ന് പറയുന്നതിനാൽ അഭി ഫുഡ് കഴിക്കാനായും പോയി. സാഹുവും മൈഥിലിയും പൂളിലുണ്ട്. മൈഥിലിക്കാണെങ്കിലും പൂളിൽ ഇറങ്ങുന്നതൊന്നും ഇഷ്ടമല്ല. സാഹു നിർബന്ധിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് മൈഥിലി വിശക്കുന്നെന്ന് പറഞ്ഞ് ആഹാരം കഴിക്കുവാനായി പോകും. മൈഥിലിയെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന സാഹു പൂളിലേക്ക് ചാടുന്ന നിക്കിയെ കണ്ടു. നിക്കിയെ കണ്ടതും സാഹുവിന് അവളോട് മോഹമായി. അന്ന് രാത്രി ഒരു പാർട്ടി നടക്കുകയായിരുന്നു. അതിൽ പങ്കെടുക്കാൻ നിക്കിയും അഭിയുമുണ്ട്. എന്നാൽ നിക്കി എല്ലാവരുടെയും മുന്നിലിട്ട് അഭിയെ അപമാനിക്കും. അത് കാണുന്ന ആ ഗൈഡായ പെൺകുട്ടി അവളെ വഴക്ക് പറയും. അതേ സമയമായിരുന്നു സാഹു മൈഥിലിയുമായി എത്തിയത്. മൈഥിലി സംഗീതം എൻജോയ് ചെയ്യവേ സാഹു നിക്കിയും ഗൈഡും സംസാരിക്കുന്നത് കണ്ട് അവിടേക്ക് ചെല്ലും. സാഹുവിന് നിക്കിയെ പരിചയപ്പെടണം. ഗൈഡ് 2 ആളെയും പരിചയപ്പെടുത്തി. അവർ രണ്ടും മാറി നിന്ന് മദ്യപിക്കുകയും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തു. നല്ല ഫ്രണ്ട്സായി. അതിനുശേഷം സാഹുവിന്റെ കാറിൽ പോയിരുന്ന് അവർ 2 ആളും സിഗരറ്റ് വലിച്ചു. സാഹു മൈഥിലിക്കും നിക്കി അഭിക്കും നൈറ്റ് ട്രക്കിങ്ങിന് പോണെന്ന് കള്ളം പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് കണ്ട അഭി ഗൈഡിനെ അന്വേഷിച്ചെത്തും. ട്രക്കിങ് നടക്കുന്നത് എവിടെയാണെന്നറിയാൻ. അതെല്ലാം ശ്രദ്ധിച്ച മൈഥിലിയാണെങ്കിലോ മോതിരം തന്ന ആളാണല്ലോ എന്ന് ഓർമ്മ വരും. അഭിക്കടുത്തെത്തിയിട്ട് എൻ്റെ ഭർത്താവും പോയി എന്ന് പറഞ്ഞ് അവനെ നടക്കാനായി വിളിക്കും. എന്നിട്ടന്ന് മോതിരം തന്ന ദിവസം അവനോട് ദേഷ്യപ്പെട്ട് പെരുമാറിയതിന് സോറി പറഞ്ഞ് അവർ ഒരുമിച്ച് ബീച്ചിലേക്ക് നടക്കും. മറ്റൊരു വശത്ത് കാറിലിരുന്ന് സിഗരറ്റ് വലിച്ച സാഹുവും നിക്കിയും പോലീസിനെ കണ്ട് ബീച്ചിലേക്ക് ഇറങ്ങിയോടി. അവിടെ ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് നിക്കി സാഹുവിനെ കിസ് ചെയ്തു.
കൂടാതെ അടിക്കുകയും ഒക്കെ ചെയ്തു. നിക്കിക്ക് വൈൽഡായിട്ട് റൊമാൻസ് ചെയ്യുന്നതാണല്ലോ ഇഷ്ടം. അത് സാഹുവും എൻജോയ് ചെയ്തു. അവർ രണ്ടാളും കിസ് ചെയ്യും. ബീച്ചിലൂടെ നടന്നു വരികയായിരുന്നു മൈഥിലിയും അഭിയും. മൈഥിലി ആ കാഴ്ച കണ്ട് സാഹു ആണെന്ന് മനസ്സിലാക്കി കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. ഇവൾ എന്തിനാ കരഞ്ഞുകൊണ്ട് ഓടിയത് എന്ന് ചിന്തിച്ച അഭി തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കാഴ്ച കണ്ട് അവനും സഹിക്കാനായില്ല. അവൻ ഒരുപാട് കരഞ്ഞു. റൂമിലെത്തിയ മൈഥിലി അവരുടെ പഴയ കാര്യങ്ങൾ ഓർക്കും. വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം മൈഥിലി ചായയുമായി എത്തി. ഉറങ്ങിക്കിടന്ന സാഹുവിനടുത്ത് സ്നേഹത്തോടെ ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അവൻ ശല്യമെന്ന് പറഞ്ഞ് ചായ തട്ടിക്കളഞ്ഞു. അവന്റെ ആവശ്യം എന്താണോ അത് നേടിക്കഴിഞ്ഞതും യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു. അതെല്ലാം ഓർത്ത് കരയുകയാണ് മൈഥിലി. എന്നാൽ അഭിയാണെങ്കിലോ സങ്കടം സഹിക്കാനാകാതെ മദ്യപിച്ച് ബോധമില്ലാതെ റൂമിലെത്തി. മൈഥിലിയുടെ റൂമിന് ഓപ്പോസിറ്റാണ് അഭിയുടെയും നിക്കിയുടെയും മുറി. റൂമിന് പുറത്തിരുന്ന് അഭി കരയുന്നത് കേട്ട മൈഥിലി പുറത്തു വന്നു. അവനെ അവൾ റൂമിൽ കൊണ്ടുപോയി കിടത്തി. അടുത്ത ദിവസം ഉറക്കമുണർന്ന അഭിയാണെങ്കിലും നിക്കിയെ തിരക്കും. അവൾ അവിടെയില്ല. കാരണം അവളും സാഹുവും മദ്യപിച്ച് ബോധമില്ലാതെ ബീച്ചിനടുത്ത് കിടന്നുറങ്ങുകയാണ്. അഭിയാണെങ്കിലോ ഭാര്യയെ തിരക്കി റിസപ്ഷനിലെത്തിയപ്പോൾ അവിടെ നാട്ടിലേക്ക് പോകാൻ റെഡിയായിരിക്കുന്ന മൈഥിലിയെ കാണും. അവളെ കണ്ട അഭി പോകരുത്, നമുക്കവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ മൈഥിലി ചോദിക്കും, ഇത്രയും കണ്ടിട്ട് പോലും നിനക്കവളെ വേണമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, നിക്കിയില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ലെന്ന് അഭി പറയുമ്പോൾ നിന്റെ ജീവിതം നീ തീരുമാനിക്കുക എന്ന് മൈഥിലി പറയും. നിക്കിയും സാഹുവും റൂമിലെത്തി. അവിടെ അഭിയും മൈഥിലിയും ഇല്ല. അവരാണെങ്കിലോ റെസ്റ്റോറൻറ്റിലല്ലേ. അഭി നാട്ടിൽ പോകരുത്, ഇനി 3 ദിവസമല്ലേ ഉള്ളെന്ന് പറഞ്ഞ് മൈഥിലിയെ നിർബന്ധിക്കുകയാണ്. മറ്റൊരു വശത്ത് കുളിച്ച് ഫ്രഷായ നിക്കി സാഹുവിൻ്റെ റൂമിലെത്തി. ഭാര്യയില്ലെന്ന് മനസ്സിലാക്കി റൊമാൻസ് ചെയ്യും. അതിനുശേഷം അവർ പുറത്തേക്ക് പോകും വഴിയിൽ നിക്കി അവളുടെ അങ്കിളിനെയും ആൻറ്റിയെയും കാണും. അവർ ശ്രദ്ധിക്കാതിരിക്കാൻ നിക്കി സാഹുവുമായി നിക്കിയെ കാണാത്ത വിധം നിന്ന് റൊമാൻസ് ചെയ്യുമ്പോൾ അവർ വേഗം ഇറങ്ങിപ്പോകും. പക്ഷേ അത് അഭിയും മൈഥിലിയും കണ്ടുകൊണ്ടുവരും. മൈഥിലിയാണെങ്കിലോ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അഭി തിരികെ വരാനായിട്ട് നിക്കിയുടെ കാല് പിടിക്കുകയാണ്. സാഹു പറയും, നിനക്കല്ലേ ഒന്നിനും പറ്റാത്തത്, 3 ദിവസം ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിടാനായി പറയും. നീ ഇപ്പോൾ ഇവന്റെ കൂടെയാണല്ലോ എന്ന് സാഹു ചോദിക്കുമ്പോൾ അത് കേട്ട നിക്കി, ഇവൻ ആണത്തമൊന്നുമില്ല, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അഭിയെ അപമാനിച്ച് രണ്ടുപേരും പോകുന്നു. അഭിക്കത് സഹിക്കാനായില്ല. അഭിയെ മൈഥിലി ഒരുപാട് ഉപദേശിക്കും. കാരണം അഭി ഒരു പാവമാണ്. മൈഥിലിക്ക് അത് നന്നായി അറിയാം. നിക്കിയുടെ അങ്കിളാണെങ്കിലും സ്ലിപ്പായി വീണ് ഹോസ്പിറ്റലിലായ കാര്യം ഗൈഡ് വിളിച്ച് പറഞ്ഞിട്ട് പോലും നിക്കിക്ക് വലിയ മൈൻഡൊന്നുമില്ല. അവൾക്കെങ്ങനെയും സാഹുവിനൊപ്പം റൊമാൻസ് ചെയ്യണം. കോള് കട്ട് ചെയ്ത ഉടൻ തന്നെ അവർ റൊമാൻസിലേർപ്പെടും. എന്നാൽ റൂമിലേക്ക് വരികയായിരുന്ന അഭി സാഹുവിൻ്റെ റൂമിൽ നിന്നും നിക്കിയുടെയും ശബ്ദം കേട്ടു. അവൻ കരഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ കതകിലടിച്ചിട്ട് വീണ്ടും പോയി മദ്യപിച്ച് ബോധമില്ലാതെ കിടന്ന അഭിയെ മൈഥിലി റൂമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്നാൽ സാഹു റൂം തുറക്കാത്തതിനാൽ അവളും അഭിയോടൊപ്പം അന്ന് താമസിച്ചു. അടുത്ത ദിവസം സാഹുവിനെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന നിക്കിയെ അവൻ തള്ളി മാറ്റിയിട്ട് കുളിക്കുവാനായി പോകും. എന്തൊരു പെണ്ണായത്, നേരം ഇത്രയായിട്ടും ഉണരുന്നില്ല എന്നൊക്കെ അവൻ കരുതും. കാരണം മൈഥിലി എന്നും രാവിലെ ഉണർന്ന് ഫ്രഷ് ആകാറാണ് പതിവ്. നിക്കി അവനോട് ചായ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ എടുത്തു കുടിക്കണം എന്നായിരുന്നു സാഹുവിൻ്റെ മറുപടി. നിക്കിക്ക് സാധാരണ അഭിയാണ് ചായ കൊടുക്കാറ്. ഇവിടെ കാര്യം കഴിഞ്ഞ് സാഹുവിൻ്റെ സ്വഭാവം മാറി. മറ്റൊരു വശത്ത് മൈഥിലിയും അഭിയും റൂമൊക്കെ വൃത്തിയാക്കി പരസ്പരം കോഫിയൊക്കെ ഇട്ട് നൽകി. രണ്ടാളും അവരവരുടെ മനസ്സിലുള്ള ആഗ്രഹവും വിഷമങ്ങളുമെല്ലാം തുറന്നു പറഞ്ഞു. അവർക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ടാവുകയാണ്. കാര്യം അഭി ആഗ്രഹിച്ചതുപോലെ ഒരു പെണ്ണായിരുന്നു മൈഥിലി ആഗ്രഹിച്ചതുപോലെ ഒരാണായിരുന്നു അഭിയും. മറ്റൊരു വശത്ത് നിക്കിയും സാഹുവും വോളിബോൾ കളിക്കാനായി പോകും. അവിടെ വെച്ച് മറ്റുള്ള പുരുഷന്മാർ നിക്കിയെ ഫ്ലർട്ട് ചെയ്യുമ്പോൾ അവൾ അത് എൻജോയ് ചെയ്യും. അത് കാണുന്ന സാഹു അവളെ വഴക്ക് പറയുമ്പോൾ, എന്താ നിന്റെ പ്രശ്നം, ഞാൻ എൻ്റെ ഭർത്താവുള്ളപ്പോൾ നിന്റെ കൂടെ വന്നതാ, പിന്നെ ഇതെന്താ നിനക്ക് പ്രശ്നം എന്ന് ചോദിച്ച് രണ്ടുപേരും തമ്മിൽ വഴക്കായി. നിക്കിയുടെ യഥാർത്ഥ സ്വഭാവം സാഹുവിന് മനസ്സിലായി. എന്നാൽ മൈഥിലിയും അഭിയും സംസാരിച്ചിരിക്കുകയാണ്. ഒരുത്തനൊരുത്തി എന്നാണ് ഞാൻ കരുതിയിരുന്നത്, പക്ഷേ ഞാൻ ഡിവോഴ്സിന് തീരുമാനിച്ചുവെന്ന് അഭി പറയും. മൈഥിലിയും സാഹുവിനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച കാര്യം പറയും. മൈഥിലി ചോദിക്കും, എന്താ നിക്കി നീ ആണല്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അഭി പറയും, ഒരു പെണ്ണിന്റെ ദേഹത്ത് അനുവാദമില്ലാതെ ഒരാണ് തൊടുമ്പോൾ പെണ്ണിന് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്, അതുപോലെയാ നിക്കി എന്നോട് പെരുമാറുന്നത്. എൻ്റെ താല്പര്യമോ ഇഷ്ടമോ ഒന്നും അവൾ നോക്കില്ല, അതുകൊണ്ട് ഞാൻ തടയുന്നതിനാലാണ് അവൾ എന്നെ അങ്ങനെ പറയുന്നത് എന്ന് അഭി പറയും. നിക്കിയിൽ നിന്നും അനുഭവിച്ചതെല്ലാം അവൻ തുറന്നു പറഞ്ഞു.
അങ്ങനെ അഭിക്കും മൈഥിലിക്കും ഇടയിൽ പ്രണയമുണ്ടാകുന്നു. അഭി താൻ ആഗ്രഹിച്ച പോലെ സന്തോഷത്തിൽ ഇഷ്ടത്തോടെ മൈഥിലിയുടെ സമ്മതത്തോടെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടും. മൈഥിലിക്കും സന്തോഷമായിരുന്നു. അതേസമയം നിക്കിയും സാഹുവും വഴക്കുകൂടി റൂമിലേക്കെത്തി. കതകിൽ തട്ടും. എന്നാൽ അഭിയും മൈഥിലിയും ഒരുമിച്ചായിരുന്നല്ലോ. അവരൊരു റൂമിൽ നിന്നും ഡോർ തുറന്നിറങ്ങി വരുന്നു. എന്തായി കാണിക്കുന്നത് എന്ന് രണ്ടാളും ചോദിക്കും. അവർ രണ്ടും ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയിരുന്നു. എന്നാൽ അഭിയാണെങ്കിലോ മിഡിൽ ഫിംഗർ കാണിച്ചിട്ട് ഡോർ അടച്ചു. അതിനുശേഷം അഭിയും മൈഥിലിയും സ്നേഹത്തോടെ അവരാഗ്രഹിച്ച പോലെ സമാധാനത്തോടെ ജീവിക്കുവാനായും ആരംഭിച്ചു. രണ്ടാളും ഒന്നിക്കുവാനായും തീരുമാനിച്ചു. അതേസമയം നിക്കിക്ക് കുറ്റബോധം. അഭിയെ താൻ ഒരുപാട് ദ്രോഹിച്ചു എന്ന തോന്നൽ അവൾക്കുണ്ടായി. സാഹുവിനെ തിരികെ വീട്ടിലെത്തിയപ്പോൾ മൈഥിലിയെ വല്ലാതെ മിസ് ചെയ്യുന്നു. നിക്കിയാണെങ്കിലോ അഭിയെ ഓർത്ത് ഒരുപാട് കരയും. അവൾക്കും അഭിയെ മിസ് ചെയ്യുവാനായും തുടങ്ങി. എന്നാൽ അഭിയും മൈഥിലിയും അവരുടെ പ്രണയം നിറഞ്ഞ നിമിഷങ്ങൾ എൻജോയ് ചെയ്യുകയാണ്. അവർ വിവാഹം കഴിക്കുവാനായും തീരുമാനിച്ചു. ഇതാണ് പറയുന്നത്, കൂടെയുള്ളപ്പോൾ അതിൻ്റെ വിലയറിയില്ല. വിലയറിയണമെങ്കിൽ അതെത്ര മൂല്യമുള്ളതാണെന്ന് അറിയണമെങ്കിൽ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെടണമെന്ന്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.